ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടാലി പ്രൈമിൻ്റെ അനദർ എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ടാലി പ്രൈമിൽ ഇൻവെൻട്രി ക്രിയേഷൻ ആണ്. അതായത് സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റോക്ക് ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റോക്ക് കാറ്റഗറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു 3 ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവറപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുഹമ്മദ് ആഷിഫ്, എക്സൽ വിത്ത് ആഷിഫ്. നമ്മൾ പ്രീവിയസ്ലി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ടാലിൻ്റെ കമ്പനി ക്രിയേഷൻ, ഇൻസ്റ്റാളേഷൻ, അതുപോലെ തന്നെ ഇൻവോയ്സ് അടിക്കുന്നത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ 5 വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് വരാം. ഇതതിൻ്റെ നെക്സ്റ്റ് ക്ലാസ് ആണ് ഇൻവെന്ററി ക്രിയേഷൻ. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിന്റെ അപ്ഡേഷനും കാര്യങ്ങളും വർക്ക് ഫയലും കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ ജോയിൻ ചെയ്യാം. നമ്മുടെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊരു മെസ്സേജ് അയച്ചിട്ട് പേരും പ്ലേസും അയച്ചാൽ മതി, നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ ഇന്റർഫേസ് ടാലി പ്രൈമിന്റെ ഇന്റർഫേസ് ആണ്. ടാലി പ്രൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാസ്റ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഗേറ്റ് വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ക്രിയേറ്റ് കൊടുക്കുന്നു. ക്രിയേറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെന്ററി മാസ്റ്റേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇൻവെന്ററി മാസ്റ്റേഴ്സിൽ എന്തൊക്കെ കാണുന്നുണ്ട്? സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ്, ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. സ്റ്റോക്ക് ട്രാൻസ്ഫറിൽ നമ്മൾ ഓൾറെഡി കവറപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് 5 കവറപ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് അത് വാച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ കവറപ്പ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവറപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഞാൻ കുറച്ച് ഐറ്റത്തിന്റെ പേരും അതുപോലെ തന്നെ ഗ്രൂപ്പ്, കാറ്റഗറി അല്ലെങ്കിൽ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ GST പെർസെൻറ്റേജും HSM കോഡും യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സാമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഐറ്റം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഐറ്റം നെയിം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ പേരെന്താണോ അതാണ് ഐറ്റം നെയിം. ഓക്കെ, ഇപ്പോൾ LED TV 32 ഇഞ്ച് ഉണ്ട്, 43 ഇഞ്ച്, 50 ഇഞ്ച് ഉണ്ട്, 60 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഓരോരോ ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓരോരോ ഇഞ്ചിനും ഓരോരോ ഐറ്റം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്താണോ അതിന്റെ പേരാണ് ഐറ്റം നെയിം. നിങ്ങൾക്കത് യൂണിറ്റ് ഇപ്പം TV നമുക്ക് എന്താ പറയാ, ഒന്നായിട്ടല്ലേ വെക്കാൻ പറ്റും, ഓരോരോ നമ്പേഴ്സ് ആയിട്ട്. അതിനാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കത് എന്തുമാവാം. അതായത് ഗ്രൂപ്പ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, പ്ലംബിങ്, പെയിന്റ്, ക്രോക്കറി, ഇങ്ങനെയുള്ള ഗ്രൂപ്പും കൊടുക്കാം. അതല്ല ബ്രാൻഡ് നെയിം ഗ്രൂപ്പായിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ കാറ്റഗറി വൈസ് ഇപ്പം TV, അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, അങ്ങനെയും കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഗ്രൂപ്പ് ചെയ്യേണ്ടത് ഐറ്റം, ആ ഒരു രീതിയിൽ ഇവിടെ ഗ്രൂപ്പിംഗ് കൊടുക്കുക. പിന്നെ ഉള്ളത് കാറ്റഗറി ആണ്. കാറ്റഗറി ഞാനിപ്പോൾ ഇവിടെ കൊടുത്തത് ബ്രാൻഡ് വൈസ് ആണ്. സാംസങ്, ബോട്ട്, HP, ഫിലിപ്സ്, ഷിയോമി, ഇങ്ങനെയും കൊടുക്കാം. കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് TV, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, അങ്ങനെയും നിങ്ങൾക്ക് കാറ്റഗറി കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ യൂസ്ഫുള്ള് അതുപോലെ നിങ്ങൾ കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ചില ഡിഫറെന്റ് കാറ്റഗറീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് റിപ്പോർട്ടും കാര്യങ്ങളും ജനറേറ്റ് ചെയ്യാനും സ്റ്റോക്ക് എടുക്കാനും അതേപോലെ തന്നെ നിങ്ങളെ സെയിലും കാര്യങ്ങളെല്ലാം ഓരോരോ ഗ്രൂപ്പ് ബേസ് എത്ര ഉണ്ട് നോക്കാനും വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് GST പെർസെൻറ്റേജ് ആണ്. നിങ്ങൾ GST രജിസ്ട്രേഷൻ ചെയ്ത ഫേമിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് എടുത്താൽ അതിൽ ഇത്ര പെർസെൻറ്റേജ് GST ഉണ്ടോ, അപ്പോൾ അത് ഉണ്ട് ഇവിടെ കൊടുത്തിട്ട്. പിന്നെ HSM കോഡ് കൊടുത്തിട്ടുണ്ട്. HSM കോഡും എല്ലാ പ്രൊഡക്റ്റ് എടുത്താലും അതിനൊരു HSM കോഡ് ഉണ്ടാവും. ഒരു കാറ്റഗറിക്ക് ഒരു HSM കോഡായിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ TV അങ്ങനത്തെ ഇലക്ട്രോണിക്സ് ഐറ്റംസിന് ഒരേ കാറ്റഗറിയിൽ HSM കോഡ് വരും. പ്ലംബിംഗ് ഐറ്റത്തിന് ഒരു കാറ്റഗറിയിൽ HSM കോഡ് വരും. ഇലക്ട്രിക്കൽ ഐറ്റത്തിന് ഒരു കാറ്റഗറിയിൽ HSM കോഡ് വരും. ചെറിയ വേരിയേഷൻ വരും HSMൽ. പക്ഷെ ഒരു സ്പെസിഫിക് കാറ്റഗറിക്കായിരിക്കും ഒരു HSM കോഡ് വരുന്നത്. അത് നിങ്ങൾക്ക് വരുന്ന പർച്ചേസ് ബില്ലിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ വഴി ചെക്ക് ചെയ്ത് നോക്കാനും പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് യൂണിറ്റ് ആണ് വരുന്നത്. നിങ്ങൾ ഏത് യൂണിറ്റ്, അതായത് ഏത് മെഷർമെന്റിലാണോ നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നമ്പേഴ്സിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ NOS കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ മീറ്ററിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ മീറ്റർ, MTR ഷോർട്ട് വരുന്ന മീറ്റർ കൊടുക്കുക.
അതല്ല നിങ്ങൾ കിലോഗ്രാമിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ kg കൊടുക്കുക. എങ്ങനെയാണോ നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് യൂണിറ്റിൽ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഐറ്റംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ യൂണിറ്റ് ഉണ്ട്, യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യൽ എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻവെന്ററി മാസ്റ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഗ്രൂപ്പ് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് ഗ്രൂപ്പിന്റെ പേര് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ നേരത്തെ വന്ന് എക്സലിലേക്ക് വരുന്നു. നമുക്ക് ഇലക്ട്രോണിക്സ് പറയുന്ന ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. ഏലിയാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. എനിക്കിവിടെ ഗ്രൂപ്പിന് കാര്യങ്ങൾക്കൊന്നും ഷോർട്ട് കട്ട് വേണ്ട. അവിടെ ആ ഒരു ഫംഗ്ഷൻ ഓഫ് ആക്കിയിടാനായിട്ട് F12 ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊവൈഡ് ഏലിയാസസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നോ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇനേബിൾ ചെയ്യാം കേട്ടോ. അതായത് ഗ്രൂപ്പ് വൈസ് നിങ്ങൾക്ക് GST കാര്യങ്ങളെല്ലാം കൊടുക്കണം, അല്ലെങ്കിൽ HSM കോഡെല്ലാം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എസ് ആക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. അണ്ടർ പ്രൈമറി കാറ്റഗറി എന്നാണ് ഞാൻ കൊടുക്കുന്നത്. സബ് ഗ്രൂപ്പ് കൊടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് എസ് കൊടുക്കുന്നു. അത് ക്രിയേറ്റ് ആയി. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താണ് വേണ്ടത്? ഓഡിയോ എക്യുപ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യണോ. മൂന്നാമതായിട്ട് കമ്പ്യൂട്ടർ. ഹോം അപ്ലയൻസസ്, മൊബൈൽ ഡിവൈസ്. അപ്പം നമ്മളിപ്പം സ്റ്റോക്ക് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്റ്റോക്ക് കാറ്റഗറി ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് കാറ്റഗറി എന്ന് ഇവിടെ കാണിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സ്റ്റോക്ക് കാറ്റഗറി എന്തൊക്കെയായില്ല നമ്മൾ ഐറ്റത്തിന്. സ്റ്റോക്ക് കാറ്റഗറി നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രാൻഡ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സാംസങ്, ബോട്ട്, HP, ഫിലിപ്സ്, ഷിയോമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് ഐറ്റം ആണ്. അപ്പോൾ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യുന്നു. ഇവിടെ സ്റ്റോക്ക് ഐറ്റത്തിന്റെ പേര് കൊടുക്കുന്നു. എന്താണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തിന്റെ പേര്? ഇവിടെ വന്നാൽ LED TV 32 ഇഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ LED TV 32 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അണ്ടർ എന്താണ് കൊടുക്കേണ്ടത്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആണ് എൻ്റർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രോണിക്സ് നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രോണിക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ യൂണിറ്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ യൂണിറ്റ് ഞാൻ ഓൾറെഡി NOS നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സിസ്റ്റത്തിൽ NOS ഇല്ലെങ്കിൽ ജസ്റ്റ് യൂണിറ്റ് നിങ്ങളിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി നോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കിലോഗ്രാം കൊടുക്കുന്നു, kg കൊടുക്കുന്നു. ഇവിടെ ഫോർമൽ നെയിമിൽ കിലോഗ്രാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, കിലോഗ്രാംസ്. ഇവിടെ UQC ചോദിക്കുന്നുണ്ട്. UQC എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡാണ്. അതായത് നമ്മൾ GST കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ HSM വൈസ് എല്ലാം ഡാറ്റാസ് HSM വൈസ് സമ്മറി അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ UQC കോഡിനെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു GSTയിൽ വരുന്ന UQC കോഡ് മാത്രമേ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിത് കൊടുക്കുമ്പോൾ നിർബന്ധമായി ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ GST ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിവിടെ നമുക്ക് കൊടുക്കാം. നമ്മൾ ഏതാണ് കിലോഗ്രാമാണ് കൊടുത്തത്. കിലോഗ്രാമിന്റെ ഷോർട്ട് വരുന്ന KGS ആണ്. നമ്മളിവിടെ KG എന്ന് കൊടുത്തെടുത്ത് KGS എന്ന് കൊടുക്കാം. ഡെസിമൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. 2 ഡെസിമൽ വേണമെന്നുണ്ടെങ്കിൽ 2 ഡെസിമൽ പ്ലേസ് കൊടുക്കാം. ഇവിടെ സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കിലോഗ്രാം വന്നിട്ടുണ്ട്. നമ്പേഴ്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്.
ഓക്കെ, ഞാൻ നമ്പേഴ്സ് ടി വി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ചോദിക്കുന്നുണ്ട്. ആൾട്ടർനേറ്റീവ് യൂണിറ്റ് അത് ഓൾറെഡി ഞാൻ ഇവിടെ പ്രൈമറി യൂണിറ്റ് മാറിക്കൊടുത്തുകൊണ്ടാണ് ജസ്റ്റ് ഇവിടെ നമ്പേഴ്സ് തന്നെ കൊടുക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ചോദിക്കുന്നുണ്ട്. ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ചില ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പൈപ്പ് എന്ന് പറയുന്ന സാധനം, പ്ലംബിങ്ങിന്റെ പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ മീറ്ററിലും കൊടുക്കും, ചിലപ്പം നമ്പേഴ്സിലും കൊടുക്കും. അതായത് ഒരു നമ്പർ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഒരു പൈപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ പ്രൈമറി എന്താ കൊടുക്കേണ്ട യൂണിറ്റ്? മീറ്റർ ആണ് പ്രൈമറി യൂണിറ്റ് കൊടുക്കേണ്ടത്. ആൾട്ടർനേറ്റീവ് യൂണിറ്റ് എന്താ കൊടുക്കേണ്ടത്? നമുക്ക് നോസ് കൊടുക്കാം. 5 പ്രൈമറി യൂണിറ്റ് കൂടിയതാണ് ഒരു ആൾട്ടർനേറ്റീവ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് വരുന്നത്. അങ്ങനെയുള്ള ക്ലാസ്സസ് നമുക്ക് വരും. നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് പ്രൈമറി യൂണിറ്റ് മാത്രം വെച്ചിട്ട് പോകുന്നു. ആൾട്ടർനേറ്റീവ് യൂണിറ്റ് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ കാറ്റഗറി വന്നിട്ടില്ല. നമ്മൾ കാറ്റഗറി ഗ്രൂപ്പ് ഓൾറെഡി കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കാറ്റഗറി നമുക്ക് എന്തായാലും കൊടുക്കണം. അപ്പൊ ഇവിടെ കാറ്റഗറി ഇനേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഏത് കീയാ പ്രസ് ചെയ്യേണ്ടത്? അതെ, നമ്മൾ പ്രസ് ചെയ്യേണ്ടത് F12 ആണ്. F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫീച്ചേഴ്സ് ഫുള്ള് കാണുന്നില്ലെങ്കിൽ ഇവിടെ രണ്ടും എസ് ആയി കൊടുക്കുക. ഷോ ഓൾ കോൺഫിഗറേഷനും എസ് ആയി കൊടുക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂസ് സ്റ്റോക്ക് കാറ്റഗറി ഫോർ സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് എസ് ആയി കൊടുക്കുക. കൺട്രോൾ എ അടിച്ച് സേവ് ചെയ്യാം. അപ്പൊ ഇവിടെ വന്നിട്ട് കാണാം നിങ്ങൾക്ക് കാറ്റഗറി എന്ന് പറഞ്ഞൊരു ഫീൽഡും കൂടെ വന്നിട്ടാണ്. അപ്പോൾ കാറ്റഗറി നമുക്ക് കൊടുക്കാം. കാറ്റഗറി ഏതാണ് കൊടുക്കേണ്ടത്? നമ്മളിത് സാംസങ് ആണ് ബ്രാൻഡ് വരുന്നത്. അപ്പോൾ ഇവിടെ സാംസങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഐറ്റം നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി LED TV 32 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇവിടെ വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ LED TV 32 ഇഞ്ച് സാംസങ്ങിൽ വരാം, ഫിലിപ്പിൽ വരാം, ഫിലിപ്സിൽ വരാം, അതേപോലെ തന്നെ LGയിൽ വരാം, പല പല ബ്രാൻഡിലും വരാം. ടാലിയിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഐറ്റം നെയിം ഡ്യൂപ്ലിക്കേഷൻ പറ്റില്ല. ഒരേപോലെ ഐറ്റം ഉണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അത് ഒട്ടുമിക്ക ബില്ലിംഗ് സോഫ്റ്റ്വെയറിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള പേര് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ LED TV 32 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ നമ്മൾ ബ്രാൻഡും കൂടെ കൊടുക്കാം. സാംസങ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ബ്രാൻഡിങ് ഒക്കെ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കോഡ് കൊടുക്കാം. ചിലപ്പോൾ പ്രൊഡക്റ്റിനൊരു യുണീക്ക് കോഡ് ഉണ്ടാവും. അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഡ്യൂപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ബ്രാൻഡ് നെയിം കൊടുത്താൽ തന്നെ ഓൾമോസ്റ്റ് പ്രശ്നങ്ങൾ സോൾവ് ആവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എൻ്റർ അടിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ GST അപ്ലിക്കബിലിറ്റി ചോദിക്കുന്നുണ്ട്. അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ GST ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലിക്കബിൾ കൊടുക്കുക. ഇവിടെ HSN ചോദിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് HSN ഇവിടെ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ F12 പോയിട്ട് HSN കാര്യങ്ങളെല്ലാം ഇനേബിൾ ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ GST ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ പ്രൊവൈഡ് HSN SAC ഡീറ്റെയിൽസ് മറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എസ് കൊടുക്കാം. HSN കാര്യങ്ങളെല്ലാം എന്താ നിങ്ങൾക്ക് ഇനേബിൾ ആയിരിക്കും. ഇനി നമ്മൾ ഇവിടെ HSN കോഡ് എങ്ങനെ കൊടുക്കുന്നത്? സ്പെസിഫിക് ഡീറ്റെയിൽസ് ഇയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇവിടെ HSN കോഡ് കൊടുക്കാൻ പറയുന്നു. അപ്പൊ HSN കോഡ് വരുന്നത് 8528 ആണ്. 8528 ഞാൻ കൊടുക്കുന്നു. ഡിസ്ക്രിപ്ഷൻ 8528 തന്നെ കൊടുക്കുന്നു. ഇവിടെ GST റേറ്റ് ചോദിക്കുന്നുണ്ട്. സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയർ എന്ന് കാണിക്കുന്നു. ഇവിടെ ടാക്സബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് GST നോൺ GST ഐറ്റം ആണോ, നിൽ റേറ്റഡ് ഐറ്റം ആണോ, എക്സംപ്റ്റഡ് ഐറ്റം ആണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളത് ടാക്സബിൾ ഐറ്റം ആണ്. നോൺ GST പറഞ്ഞാൽ 0 റേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നോൺ GST കൊടുക്കുക. GST ഇല്ലാത്തത് നിൽ റേറ്റഡ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സംപ്റ്റഡ് ഐറ്റം ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടാക്സബിൾ ആണ് നമ്മൾ ഐറ്റം വരുന്നത്. ടാക്സബിൾ സെലക്ട് ചെയ്യുന്നു. GST റേറ്റ് ചോദിക്കുന്നുണ്ട്, പെർസെൻറ്റേജ്. ഇവിടെ 18% കൊടുക്കുന്നു. ടൈപ്പ് ഓഫ് സപ്ലൈ ചോദിക്കുന്നുണ്ട്. ക്യാപിറ്റൽ ഗുഡ്സ് ആണോ സർവീസ് ആണോ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഗുഡ്സ് സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നു. ഇത്രയും പണിയുള്ള ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റം കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പാർട്ട് നമ്പർ എന്നിട്ട് കാണും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്, ഫീൽഡാണ്. പാർട്ട് നമ്പർ എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല. ചില ആൾക്കാർ പാർട്ട് നമ്പർ ഉപയോഗിക്കാറുണ്ട്.
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏലിയാസസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏലിയാസ് കൊടുക്കാം. പാർട്ട് നമ്പർ കൊടുക്കണമെങ്കിൽ പാർട്ട് നമ്പർ ഇവിടെ കൊടുക്കാം. പാർട്ട് നമ്പർ നമ്മൾ എന്തിനാ കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞ കണക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിന്റെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് നമ്പറിനെ കുറിച്ച്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് യുണീക്ക് കോഡും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാർട്ട് നമ്പറിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് കമ്പനി തന്നെ അതിന്റെ പുറത്തൊരു പ്രിന്റഡ് കോഡ് നൽകും. ആ ഒരു കോഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അത് പെട്ടെന്ന് ബില്ലടിക്കാൻ വേണ്ടിയിട്ടെല്ലാം നമുക്ക് പാർട്ട് നമ്പറിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഏലിയാസ് എന്ന് പറഞ്ഞ സബ്രിവേഷൻസ് എന്നെല്ലാം പറയുന്നതാണ്. അതായത് അതിന് ചുരുക്കപ്പേര് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏലിയാസ് യൂസ് ചെയ്യാം. അപ്പം LED TV 32 ഇഞ്ച് സാംസങ് എന്ന് പറയുന്നതിന് ഷോർട്ട് കട്ട് വേണമെങ്കിൽ ഇടാം. LTV32 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏലിയാസ് കൊടുക്കാം. ഓക്കെ, അതിനാണ് നമ്മൾ ഏലിയാസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും ആവശ്യമില്ല സാധനം നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ F12 അടിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഇനേബിൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ഐറ്റം വരുന്നത് ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. ഞാൻ ജസ്റ്റ് അത് കോപ്പി ചെയ്യുന്നു. ഇവിടെ ബ്ലൂടൂത്ത് സ്പീക്കർ കൊടുക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഏലിയാസ് കോഡ് ഉണ്ടെങ്കിൽ BP ബ്ലൂടൂത്ത് സ്പീക്കറിന് നിങ്ങൾ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഇടുന്നുണ്ടെങ്കിൽ BS എന്നോ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏലിയാസിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ പാർട്ട് നമ്പർ ഉണ്ടെങ്കിൽ പാർട്ട് നമ്പർ കൊടുക്കാം. ഇവിടെ എന്താണ് കാറ്റഗറി കൊടുത്തിട്ടുള്ളത്? ഓഡിയോ എക്യുപ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഡിയോ എക്യുപ്മെന്റ്സ് സെലക്ട് ചെയ്യുന്നു. സബ് കാറ്റഗറി അതായത് ബ്രാൻഡ് ഏതാണ്? ബോട്ടിന്റെ സാധനമാണ്. പിന്നെ ഇവിടെ ബോട്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ യൂണിറ്റ് നമ്പേഴ്സ് കൊടുക്കുന്നു. ആൾട്ടർനേറ്റീവ് യൂണിറ്റ്സ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ F12 കൊടുത്തിട്ട് ഇവിടെ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ചോദിക്കുന്നുണ്ട്. മിനിറ്റ്, ഇവിടെ കാണാം യൂസ് ആൾട്ടർനേറ്റീവ് യൂണിറ്റ്സ്. നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഡിസേബിൾ ചെയ്തിട്ട് Ctrl A അടിക്കുന്നു. അപ്പോൾ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ഇവിടെ നിന്ന് പോയി. ഓക്കെ, ഇനി GST അപ്ലിക്കബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പെസിഫൈ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. HSM കോഡ് കൊടുക്കുന്നു. 8518 തന്നെയാണ്. 8518 കൊടുക്കുന്നു. സ്പെസിഫൈ ഡീറ്റെയിൽസിൽ ടാക്സബിൾ 18% ഗുഡ്സ്. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം Ctrl A പ്രസ് ചെയ്യുന്നു. അങ്ങനെ ബാക്കി ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്തതായി വരുന്നത് ലാപ്ടോപ്പ് ആണ്. i5 ജസ്റ്റ് i5 ലാപ്ടോപ്പ് കൊടുക്കുന്നു. അണ്ടർ കൊടുക്കുന്ന കമ്പ്യൂട്ടേഴ്സിന്റെ അണ്ടറിലാണ്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. കാറ്റഗറി വരുന്നത് HP ആണ്. ഇവിടെ യൂണിറ്റ്സ് നമ്പേഴ്സ് കൊടുക്കുന്നു. അതേപോലെ തന്നെ HSM കോഡ് നമ്മൾ കൊടുക്കുന്നു. 8471 സ്പെസിഫൈ ഡീറ്റെയിൽ ടാക്സബിൾ 18% കൊടുക്കുന്നു. ഗുഡ്സ് സേവ് അടിക്കുന്നു. അടുത്ത ഐറ്റം വരുന്നത് സെറ്റ് പെയിന്റർ ആണ്. ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഗ്രൂപ്പ് കൊടുക്കുന്നു. ഗ്രൂപ്പ് എന്താ കൊടുത്തിട്ടില്ല? ഹോം അപ്ലയൻസ് ആണ്. അപ്പൊ ഇവിടെ ഹോം അപ്ലയൻസ് കൊടുക്കുന്നു. കാറ്റഗറി ഫിലിപ്സ് കൊടുക്കുന്നു. നമ്പേഴ്സ് കൊടുക്കുന്നു. അപ്ലിക്കബിൾ കൊടുക്കുന്നു. ഇവിടെ HSM കോഡ് എന്താണ്? HSM കോഡ് 8509. ഇവിടെ സ്പെസിഫൈ ഡീറ്റെയിൽസ് ടാക്സബിൾ കൊടുക്കുന്നു. പെർസെൻറ്റേജ് വരുന്നത് 12% ആണ്. 12% കൊടുക്കുന്നു. ഗുഡ്സ് സെലക്ട് ചെയ്യുന്നു. സേവ് അടിക്കുന്നു. അടുത്ത ഐറ്റം വരുന്നത് സ്മാർട്ട് ഫോൺ ആണ്. 128 GB. സ്മാർട്ട് ഫോൺ 128 GB കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഗ്രൂപ്പ് അഥവാ നമുക്ക് ഇതിന്റെ ഗ്രൂപ്പ് എന്താണ്? മൊബൈൽ ഡിവൈസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ഇവിടെ ഓൾറെഡി കുറച്ച് ഗ്രൂപ്പ്സ് കാണാം. ഇത് നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം മൊബൈൽ ഫോൺ എന്നുള്ളത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗ്രൂപ്പ് അഡീഷണൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരു ഗ്രൂപ്പ് ജസ്റ്റ് ABCD എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. സേവ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ABCD എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും കൂടെ ക്രിയേറ്റ് ആയി. ഓക്കെ, ABCD. പിന്നെ നിങ്ങൾക്ക് കാറ്റഗറി ഗ്രൂപ്പ് അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാത്തൊരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് കാറ്റഗറി എന്നുള്ളത് ക്രിയേറ്റ് കൊടുത്തിട്ട് ഇവിടെ LG എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. Ctrl A അടിച്ച് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ LG എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഓൾറെഡി ഉണ്ടായിട്ട് കാണാം. ഓക്കെ, യൂണിറ്റും അതേപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി കൊടുത്തത് ഇനി നിങ്ങൾ നോർമലി ഞാൻ പറഞ്ഞതൊക്കെ HSM കോഡ് കൊടുക്കുക. HSM കോഡ് എത്ര ഇടുന്നത്? 8517 ആണ്. 8517 കൊടുക്കുന്നു. 8517
സ്പെസിഫൈ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ടാക്സബിൾ 12% കൊടുക്കുന്നു. കൺട്രോൾ അടിച്ച് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഇത്രയും ഐറ്റംസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, നമ്മൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു, എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ഇപ്പൊ ഇത്രയും ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ഐറ്റം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇൻവെന്ററി ബുക്സ് ഉണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് എന്താണ് സ്റ്റോക്ക് ഗ്രൂപ്പ് സമ്മറി. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് ഗ്രൂപ്പ് ഇവിടെ കാണുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിൽ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണിക്കാത്തത്. നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാറ്റഗറി ഗ്രൂപ്പ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോക്ക് കാറ്റഗറി സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാറ്റഗറീസ് കാണുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐറ്റം കാണുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഐറ്റം ക്ലിക്ക് ചെയ്യാം. ഇതിന് ഇപ്പോൾ ഓൾറെഡി മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഐറ്റംസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, LED TV ഉണ്ട്, മിക്സർ ഗ്രൈൻഡർ ഉണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇത്രയും ഐറ്റവും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻവെന്ററി ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റു ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ജോയിൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ വീഡിയോന്റെ അടിയിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്. ബൈ.